ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. ഇത്രയും വർഷം എൻ്റെ മകൾ അനുഭവിച്ചതിന് ഞാൻ എൻ്റെ മകളോട് മാപ്പ് ചോദിക്കുകയാണ്. ഇപ്പോൾ ഞാൻ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിരിക്കുന്നത് എൻ്റെ മകൾ നന്ദിനിയുടെ വിവാഹ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് കേൾക്കുന്ന സാവിത്രി ചോദിക്കുകയാണ്, ഈ പ്രായത്തിലും കല്യാണമോ? അതിന് ഇവൾക്ക് 2 മക്കളുണ്ടെന്നത് ശരി തന്നെയാ, പക്ഷേ അതിവള് പ്രസവിച്ച മക്കളല്ലല്ലോ. തുടർന്ന് ജഗദീഷ് പറയുകയാണ്, വല്യേട്ടനും ഏട്ടത്തെയും തമ്മിലുണ്ടായ ഒരു അകൽച്ച ഒരു മാപ്പ് പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളെന്നാ ഞാൻ കരുതുന്നത്. അപ്പോൾ പിന്നെ ഏട്ടത്തിക്ക് മറ്റൊരു കല്യാണം ആലോചിക്കുന്നത് എന്തിനാണെന്ന് ജഗദീഷ് ചോദിക്കുമ്പോൾ രാജലക്ഷ്മി അമ്മ ദേഷ്യത്തോടെ പറയുകയാണ്, നിർത്തടാ, ഈ ദ്രോഹിക്ക് എന്താണെങ്കിൽ ഞാനിനി എൻ്റെ മകളെ നൽകാനേ പോകുന്നില്ല. ഇവൾ ഒഴുക്കിയ കണ്ണീരിന് പകരമായി ഇവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയേ പറ്റൂ. അതിരിക്കട്ടെ, ആരാണ് ആ ഭാഗ്യവാനെന്ന് സാവിത്രി ചോദിക്കുന്നു. നന്ദിനിയെ വിവാഹം കഴിക്കാൻ പോകുന്നത് നിങ്ങൾ അറിയാവുന്ന ആള് തന്നെയാ, ഗിരീഷ് നമ്പ്യാരെന്ന് രാജലക്ഷ്മി അമ്മ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് എല്ലാവരും. തുടർന്ന് കൈമള് പറയുകയാണ്, എനിക്ക് എൻ്റെ ഭാര്യയോട് ഒന്ന് പറയാനുണ്ട്. തെറ്റുകൾ തെറ്റ് തന്നെയാണ്, പക്ഷേ ആ തെറ്റുകൾ ചെയ്തു തീർത്ത് പശ്ചാത്തപിക്കുന്നവരുടെ മനസ്സുകൂടി ഒന്ന് കണ്ടാൽ നല്ലതായിരുന്നു. അല്ല, എന്നാ വിവാഹമെന്ന് മാലതി ചോദിക്കുമ്പോൾ തീയതിയൊന്നും നിശ്ചയിച്ചിട്ടില്ലെന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു. തുടർന്ന് ജയറാം പറയുകയാണ്, എന്നാലും എൻ്റെ അമ്മ എൻ്റെ ഹൃദയമെടുത്ത് കുത്തി നിറുക്കുമെന്ന് ഞാൻ കരുതിയില്ല. അത്രയും പറഞ്ഞുകൊണ്ട് ജയറാം അവിടുന്ന് പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് മീനാക്ഷിയും നന്ദിനിയും. ആരെന്തൊക്കെ പറഞ്ഞാലും ഈ കല്യാണം ഞാൻ നടത്തിയിരിക്കുമെന്ന് രാജലക്ഷ്മി അമ്മ പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് നന്ദിനി അകത്തേക്ക് പോകുന്നു. അതേസമയം മീനാക്ഷിയും കൂട്ടിക്കൊണ്ട് കാർത്തിയും മുറിയിലേക്ക് പോവുകയാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വിഷമത്തോടെ നിൽക്കുന്ന മീനാക്ഷിയാണ്. കാർത്തി ചെന്ന് മീനാക്ഷിയോട് പറയുകയാണ്, മീനാക്ഷി, നീ വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. മുത്തശ്ശിക്ക് എന്താണെങ്കിലും ഈ കാര്യത്തിൽ ഒരു അയവ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ അച്ഛൻ അത്ര വലിയ തെറ്റല്ലേ ചെയ്തതെന്ന് കാർത്തി പറയുമ്പോൾ, അച്ഛൻ ഒരു വലിയ തെറ്റ് ചെയ്തെങ്കിലും ഒരു ശരിയായ ഞാനല്ലേ ഇവിടെ നിൽക്കുന്നതെന്ന് മീനാക്ഷി പറയുന്നു. ഇത് കേൾക്കുന്ന കാർത്തി പൊട്ടിച്ചിരിക്കുകയാണ്. എന്തിനാ ചിരിക്കുന്നതെന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ, അല്ല, നീ പറഞ്ഞ കാര്യം ഓർത്തിട്ടാണെന്ന് കാർത്തി പറയുന്നു. നമുക്ക് അറിയാതെ പറ്റുന്ന ആക്സിഡന്റ് പോലെ ആയിരുന്നു എന്റെയും നിന്റെയും വിവാഹമെന്ന് കാർത്തി പറയുമ്പോൾ മീനാക്ഷി കരയുകയാണ്. എന്റെ മീനാക്ഷി, നീ ഇങ്ങനെ കരയുന്നത് കാണാൻ വേണ്ടിയല്ലേ ഞാൻ അതൊക്കെ പറഞ്ഞത്. നീ എന്റെ തക്കുടു വാവയല്ലേ എന്ന് കാർത്തി പറയുമ്പോൾ മീനാക്ഷി ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അയ്യേ, ഈ ACPക്ക് തീരെ റൊമാൻസേ വരില്ല. എന്തൊക്കെ വാക്കുകളാ വായിന്ന് വരുന്നതെന്ന് നോക്കിക്കേ. ഇത് കേൾക്കുന്ന കാർത്തിയും ചിരിക്കുകയാണ്. ഒരു 2 വർഷത്തിന് മുമ്പ് നിന്നെ ഞാൻ കണ്ടിരുന്നെങ്കിലേ ഉറപ്പായും നീ ആയിരുന്നേനെ എന്റെ ഭാര്യ. എന്താണെങ്കിലും വല്യച്ഛൻ ദൈവമ്മയ്ക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് കാർത്തി പറയുന്നു. തുടർന്ന് കാർത്തി മീനാക്ഷി ചേർത്ത് പിടിച്ച് ഉമ്മ വയ്ക്കാൻ ഒരുങ്ങുമ്പോൾ കുഞ്ഞ് ചിരിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കുകയാണ്. ഇത് കാണുന്ന കാർത്തിയും മീനാക്ഷിയും ചിരിച്ചുകൊണ്ട് കുഞ്ഞിനെ നോക്കുന്നു. പിന്നീട് കാണിക്കുന്നത് വിഷമത്തോടെ നിൽക്കുന്ന ജയറാമിന്റെ അടുത്തേക്ക് ചെല്ലുന്ന നന്ദിനിയാണ്. ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം ദൈവം എനിക്ക് ശിക്ഷ തന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും പുതിയ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കാനൊരുങ്ങുന്ന നന്ദിനിക്ക് എൻ്റെ വക വിവാഹ മംഗളാശംസകളെന്ന് ജയറാം പറയുന്നു. തുടർന്ന് നന്ദിനി പറയുകയാണ്, നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ മനസ്സിലായിട്ടില്ല. നിങ്ങൾ നീ ഒരു യുഗം തപസ്സിരുന്നാലും എന്നോട്ട് മനസ്സിലാവുകയുമില്ല. ആശംസകൾ നേർന്നതിൽ സന്തോഷം, ഞാൻ പോകുന്നെന്ന് പറഞ്ഞ് നന്ദിനി അകത്തേക്ക് പോകുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നന്ദിനി അന്വേഷിച്ച് നടക്കുന്ന കൈമളിനെയും രാജലക്ഷ്മി അമ്മയും ജഗദീഷിനെയുമാണ്. അതേസമയം മാലതി ചായയുമായിട്ട് വരുമ്പോൾ നന്ദിനി എടുത്തിയെ കണ്ടോ എന്ന് ജഗദീഷ് ചോദിക്കുന്നു. ഞാനും കണ്ടില്ലെന്ന് മാലതി പറയുന്നു. തുടർന്ന് ഇത് കേൾക്കുന്ന സാവിത്രി രാമഭദ്രനോട് പറയുകയാണ്, ലൈസൻസ് കിട്ടിയല്ലോ, അവള് ആ ഗിരീഷ് നമ്പ്യാരുമായിട്ട് കറങ്ങാൻ പോയതാകും. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ഞാൻ അടിച്ച് ഷേപ്പ് മാറ്റുമെന്ന് രാമഭദ്രൻ പറയുന്നു. അതേസമയം മീനാക്ഷി അങ്ങോട്ടേക്ക് വരികയാണ്. കാർത്തിയും വരുന്നു. കാർത്തിയോട് നന്ദിനിയെ കണ്ടിരുന്നുവെന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ ഞാൻ കണ്ടില്ലെന്ന് കാർത്തി പറയുന്നു. അതേസമയം മീനാക്ഷി മുറിയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് നന്ദിനിയുടെ ബാഗുകളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് കണ്ട് എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം നന്ദിനി അങ്ങോട്ടേക്ക് വരികയാണ്. നീ എവിടെ പോയതാ മോളെ എന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ ഞാനൊരു തീരുമാനമെടുത്തെന്നും അത് നിങ്ങളോടെല്ലാം പറയാനുള്ള ധൈര്യത്തിനു വേണ്ടി ക്ഷേത്രത്തിൽ പോയതാണെന്നും നന്ദിനി പറയുന്നു. അമ്മ എന്നോട് ക്ഷമിക്കണം, ഞാൻ പണ്ടു വളർന്ന ആശ്രമത്തിലേക്ക് തന്നെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അമ്മയ്ക്ക് ഞാനൊരു ഭാരമായതുകൊണ്ടല്ലേ ഇപ്പോൾ അമ്മ എനിക്ക് വേണ്ടി വിവാഹം ആലോചിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് നന്ദിനി. ഇത് കാണുന്ന രാജലക്ഷ്മി അമ്മ ഞെട്ടലോടെ നന്ദിനിയെ നോക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.